പ്രിയപ്പെട്ട സഹോദരികളെയും നമ്മൾ ബൈബിൾ പഠന പന്ഥാവിൽ യാത്ര ചെയ്യുമ്പോൾ ബൈബിൾ പഠനം വചനധ്യാനം പോലെ അല്ല എന്ന കാര്യം ഓർക്കണം. വചനധ്യാനം നമുക്കൊരു തിരുവചനം നമ്മുടെ ഉള്ളിൽ കൊണ്ട് അത് മനനം ചെയ്ത് അതിനുള്ളിലുള്ള അരൂപി ആർജിച്ചെടുത്ത് ദൈവത്തെ തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. അത് നമുക്ക് ആന്തരികമായി ഒരു സ്വാഭാവികതയിൽ നടക്കുന്ന കാര്യമാണ്. എന്നാൽ പഠനം അങ്ങനെയല്ല. പഠനത്തിന് നമ്മൾ വളരെ കൃത്യമായി ഒരുങ്ങി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഗ്രഹിച്ച് ഇത് മനഃപ്പാഠമാക്കി ഉള്ളിൽ സമ്മഹിച്ചെങ്കിൽ മാത്രമേ അത് പഠനമാവുകയുള്ളൂ. പെട്ടെന്ന് യൂട്യൂബിൽ കാണുന്ന ഒരു പ്രസംഗം പറ്റുന്ന ഒരു നിമിഷത്തേക്ക് ഒന്ന് കണ്ട് കേട്ട് അങ്ങനെയൊന്നും ഇത് മനസ്സിൽ പതിയില്ല. അതിനായിട്ട് കാത്തിരുന്ന് അതിനു വേണ്ടി ഒരുങ്ങി ആ വചന പഠനം ജീവിതത്തിൻ്റെ ഒരു പ്രധാന ദൗത്യമായിട്ട് കരുതി ചെയ്യുന്നവർക്ക് മാത്രമേ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് ഈ പഠനം തുടരുന്നത്. കുറേ പേരെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ഈ വചനഭാഗം ശ്രദ്ധിക്കുകയും ഇങ്ങനെ ശ്രദ്ധിച്ച് ആരംഭം തൊട്ട് നമ്മൾ ഉൽപ്പത്തിയിൽ തുടങ്ങിയതാണ്. ആരംഭം തൊട്ട് തന്നെ പഠിച്ച് പോരുന്ന ആൾക്കാരുണ്ട്. കുറേ പറ്റി അഭിനന്ദിക്കാം. എങ്കിലും ഇതിൻ്റെ ഈ പഠനത്തിൻ്റെ ആ ഒരു മാനസിക ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഉൾക്കൊണ്ടതെന്ന് വേണം ദൈവ പരിപാലനെ ആശ്രയിച്ച് ശക്തിപ്പെടാൻ. വചനത്തോട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും പ്രാർത്ഥനയുടെ മനോഭാവമാണ് അനിവാര്യം എന്നത് അറിവുള്ള കാര്യമാണ്. എൻ്റെ കർത്താവേ, ഈ വചനഭാഗം ഗ്രഹിക്കാനുള്ള ബുദ്ധിക്ക് തെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അതിലേക്ക് കടക്കുവാനായി. നാം കണ്ടുവരുന്ന സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ വലിയ വലിയ സംഭവങ്ങളാണ്. ഒരുപാട് പ്രാവശ്യം പ്രസംഗമറ്റേ കേട്ടിട്ടുള്ളതാണ്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ വലിയ പതർച്ചയും തകർച്ചയും, അദ്ദേഹം ക്ഷമിക്കപ്പെട്ടുവെങ്കിലും അനുതാപത്തിലൂടെ പാപമോചനം ലഭിച്ചുവെങ്കിലും താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അത് നിരന്തരമായി അദ്ദേഹത്തെ വേട്ടയാടുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ കാലയളവിൽ. അതുകൊണ്ട് അദ്ദേഹം ചെയ്ത കൊലപാതകത്തിന് നേരെ പ്രതികാരമായി എന്ന പോലെ തൻ്റെ പുത്രൻ തന്നെ വധിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ മൂത്ത മകനെ വധിക്കുന്നു. അങ്ങനെ നിന്റെ ഭവനിൽ നിന്ന് വാൾ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞ ശിക്ഷ അത് അനുഭവവേദ്യമാകുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ അനർത്ഥം വരുത്തും എന്നാണ് നാഥാൻ പ്രവാചകനോട് ദൈവം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദാവീദ് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ദൈവ പരിപാലനയുടെ അർത്ഥം ഗ്രഹിച്ച് മുമ്പോട്ട് പ്രത്യാശയോടെ പോകാൻ പറ്റുകയുള്ളൂ. നമ്മളിന്ന് കാണുന്നത് 2 സാമുവേലിൻ്റെ 13 തൊട്ട് 17 വരെയുള്ള അധ്യായങ്ങളാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബ്സലോമിൻ്റെ പ്രതികാരം. പിന്നീട് തുടർന്ന് അബ്സലോം രാജസിംഹാസനത്തിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ഒരുക്കങ്ങളും സിംഹാസനം കൈയടക്കുന്നതും, പിന്നീട് ദാവീദ് രാജാവ് കരഞ്ഞ് തലയിൽ മുണ്ടുമിട്ട് ആകെ സങ്കടപ്പെട്ട് ഒളിച്ച് ഓടുന്നതായ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഹൃദയാവർജകമായ രംഗങ്ങളാണ്. അപ്പോൾ ആദ്യ ഭാഗത്തേക്ക് നാം കടക്കുമ്പോൾ അബ്സലോം എന്ന് പറയുന്ന രാജകുമാരൻ, നമുക്കറിയാം അവൻ്റെ പെങ്ങൾ ആണ് താമാർ. ഈ താമാർ എന്ന് പറയുന്ന സുന്ദരിയായ സഹോദരിയെ അമ്നോൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ, അർത്ഥ സഹോദരൻ, കാമാർത്തി പൂണ്ട് മാനഭംഗപ്പെടുത്തി അവളെ വിവശയാക്കി ഇറക്കിവിട്ട അസംഭവത്തിൽ മനസ്സിനൊന്ന് പ്രതികാരവാഞ്ചയോടെ കഴിയുന്ന അബ്സലോമിനെയാണ് നാം പിന്നീട് കാണുക. അത് വളരെ പാകതയോടുകൂടി തക്കം പാർത്ത് തക്ക സമയത്ത് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി.
വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതായത് എൻ്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയ ചിന്തകളൊക്കെ മനുഷ്യ മനസ്സിൽ നിന്ന് മായുന്നത് വരെയും എടുത്തു ചേടാതെ കാത്തിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത് എന്താ ചെയ്യുന്ന, ആ ക്ഷമ കാണിക്കാൻ മാത്രമല്ല, ദാവീദിനോ മറ്റാർക്കുമോ സംശയം വരാത്ത രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലിരിക്കുകയാണ്. അത് വെളിപ്പെടുത്താതെ മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഇടയിലൂടെ ഈ പ്രതികാര പ്രവൃത്തി അദ്ദേഹം നിർവഹിക്കുന്നതാണ് നാം കാണുന്നത്. അതായത് അന്ന് ഇസ്രായേലിൽ ആടുകളെ രോമം കത്തിരിക്കൽ എന്ന് പറയുന്ന ഒരു ഉത്സവമാണ്. ഒന്നും രണ്ടോ ആടുകളൊന്നും അല്ലല്ലോ, ധാരാളം. നമുക്ക് തന്നെ അറിയാം അങ്ങനൊരു സംഭവം. ദാവീദിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ഇങ്ങനെ സാബൂലിന് ഒളിച്ചോടിപ്പോയപ്പോൾ പട്ടിണി വലിയ വിഷമത്തിൽ കഴിയുന്ന അവസരത്തിലാണ് നാബാൽ എന്ന് പറയുന്ന ഒരുവൻ തൻ്റെ ഭാര്യ അബിയേഗായിൽ എന്ന് പറയുന്ന സ്ത്രീയുമായി ഒന്നിച്ച് കഴിയുമ്പോൾ വലിയ ധനാഢ്യനായ മനുഷ്യൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന ദിനം വന്ന് വലിയ ഉത്സവമാണ്, അതിഭയങ്കരമായ ഉത്സവം. ദൂരെ നിന്ന് ദാവീദ് കേട്ടു. ഈ മനുഷ്യനെ ദാവീദ് സഹായിച്ചിട്ടുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ആടിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വേണ്ട സഹായങ്ങളൊക്കെ ദാവീദ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ തൻ്റെ അനുചരന്മാർക്ക് പട്ടിണിയായപ്പോൾ ദാവീദ് 10 പേരെ പറഞ്ഞയച്ചു അങ്ങോട്ട്. വലിയ ഉത്സവം നടക്കുകയാണ്. ധാരാളം മാംസവും മറ്റതുപോലെ അടയും അപ്പവും അതും ഇതുമൊക്കെ ഉണ്ടല്ലോ. അത് കുറച്ച് കൊടുത്തയക്കണമെന്ന് പറഞ്ഞ് 10 പേരെ പറഞ്ഞയച്ചപ്പം ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നാബാൽ എന്ന് പറഞ്ഞ അർത്ഥം വിധി എന്നർത്ഥം. പേര് തന്നെ അത് തന്നെയാണ്. അദ്ദേഹം ഒരു മദ്യപിച്ച് ഉന്മത്തനായി വന്ന ആൾക്കാരെയൊക്കെ ശകാരിച്ച് അപമാനിച്ച് പറഞ്ഞയച്ചു. അത്ര ബോധമില്ലാതെ കിടക്കുന്ന അവസരത്തിൽ ആരോ ചെന്ന് ഭാര്യ അബിഗായേലിനോട് പറഞ്ഞു, ദാവീദിൻ്റെ അനുയായികളെ അപമാനിച്ചു പറ്റൂ. നാബാൽ എന്താ ചെയ്യേണ്ട പെട്ടെന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. യുദ്ധവീരനാണ്, ദാവീദ് തകർത്ത് കളയും. ഉടനെ തന്നെ അബിഗായേൽ പെട്ടെന്ന് ഭർത്താവിനോട് പറയാതെ തന്നെ കച്ചകെട്ടി പെട്ടെന്ന് കുറേയേറെ ഭക്ഷണ പദാർത്ഥങ്ങളുമായി കഴുതയുടെ പുറത്ത് കയറി നേരെ ഓടി ദാവീദിൻ്റെ പക്കലേക്ക് പോകുമ്പോൾ ദാവീദ് 400 പേരുമായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിന് മുമ്പിൽ പോയി കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദാവീദിനെ ആദരവോടു കൂടി കണ്ടുകൊണ്ട് കൊണ്ടുവന്ന ഭക്ഷണസാധനങ്ങളെ കൊടുത്ത് തൻ്റെ ഭർത്താവിൻ്റെ അവിവേകം ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്ന സംഭവം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ചത്, ഇതൊരു വലിയ ഉത്സവമാണ്. ആടുകളുടെ രോമം കത്തിരിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഒരു ഭവനത്തിൻ്റെ വലിയ ഉത്സവമാണ്. അപ്പം അങ്ങനെയൊരു സംഭവം അബ്സലോം ക്രമീകരിക്കും. രാജകുമാരന്മാരെ ധന്യരാണ്, സ്വന്തമായിട്ട് സമ്പത്തുണ്ട്, സംവിധാനങ്ങളുണ്ട്. അവരുടെ ആടുകളെ രോമം കത്തിരിക്കുന്ന ദിനം വന്നു എന്ന് കണ്ടുകൊണ്ട് അബ്സലോം വലിയ വിരുന്നൊരുക്കുക, എല്ലാവർക്കും വേണ്ടി വലുത് വിരുന്നൊരുക്കുകയാണ്. അപ്പോൾ ഇത് അപ്പനെ ചെന്ന് ക്ഷണിച്ച അപ്പനും പറഞ്ഞു. അപ്പൻ പറഞ്ഞു, ഞാൻ വരുന്നത് നിനക്ക് ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് വേണ്ട. എന്നാൽ ശരി, ഞാൻ ജ്യേഷ്ഠനെ വിളിക്കുകയാണെന്നോ. ജ്യേഷ്ഠനെ വിളിക്കാതിരിക്കത് എനിക്ക് ഇതിലൊന്നുമില്ല. അപ്പം അമ്നോനെ അദ്ദേഹം വിളിച്ചു. അപ്പം വരാറുന്നത് അബ്സലോമിന് സന്തോഷമായി ഉള്ളിൽ. അമ്നോനെ വിളിച്ചു, മറ്റ് രാജകുമാരന്മാരെയും വിളിച്ചു. കുതന്ത്രം ആർക്കും മനസ്സിലായില്ല. രാജാവിന് മനസ്സിലായില്ല. അമ്നോൻ എന്ന് പറയുന്ന സഹോദരിയെ അപമാനിച്ച സഹോദരന് മനസ്സിലായില്ല. സംഗതി അങ്ങ് മുമ്പോട്ട് പോകവേ ഭയങ്കരമായ വലിയ ആഘോഷത്തിൻ്റെ തിറുമ്പിൻ്റെ നടുവിൽ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു, അമ്നോൻ ഇങ്ങനെ മദ്യപിച്ച ഉന്മത്തനായി കഴിയുമ്പോൾ അവനെ വെട്ടിക്കൊല്ലപ്പെടണം എന്ന് ശിഷ്യന്മാരെ പറഞ്ഞ് ഏൽപ്പിച്ചു. ഭയപ്പെടാതെ, ഞാനല്ലേ നിങ്ങളുടെ കൂടെയുള്ളത്, ധൈര്യമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് വധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. നോക്കുക, കൊലപാതകം, അപ്പൻ ചെയ്ത കൊലപാതകത്തിന് നേരെ മകൻ കൊലപാതകയായിട്ട് മാറുന്നു.
അപ്പോൾ എന്താണോ അത് തന്നെ മകനും പ്രവർത്തിക്കുക. സംഭവം നടന്നു. ഉടനെ തന്നെ ഗീഷൂർ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതാമഹനാണ്. രാജാവിൻ്റെ പക്കൽ അഭയം തേടി. ദാവീദിൻ്റെ രാജകുമാരെല്ലാം ഭയങ്കരമായിട്ട് ഭയപ്പെട്ട് ഓടി തിരിച്ച് രാജകൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ഭയങ്കര ദുഃഖിതനായി. ഗിഷൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അബ്സലോമിനെ പ്രവാസ ജീവിതം ആരംഭിക്കുകയാണ്. തിരിച്ചെല്ലാൻ പറ്റുകയല്ലോ. ഇവിടെ ഒരു ദുഃഖിതനും അതേസമയം വ്രണിത ഹൃദയനും നിസ്സഹായനും ദുർബലനുമായ ഒരപ്പനെ നാം കാണുന്നു. തെറ്റ് ചെയ്ത് ആരാണെങ്കിലും ശിക്ഷിക്കേണ്ടതാണ്. മകൻ തെറ്റ് ചെയ്ത് കഠിനമായ തെറ്റാണ്. പക്ഷെ ശിക്ഷിക്കാനുള്ള മനസ്സില്ല. അവനുള്ള വാത്സല്യമാണ് അതിനേക്കാൾ കവിഞ്ഞു നിൽക്കുന്നത്. അതേ സമയത്ത് ഉള്ളിൽ ഭയങ്കരമായ വിഷമമുണ്ട്. കാരണം ഇവൻ ശിക്ഷയ്ക്ക് അർഹനാണോന്നല്ലോ എന്ന്. അങ്ങനെ സംവത്സര വികാരധീരനായി ദാവീദ് കഴിയുക. 3 വർഷക്കാലത്തോളം ഇങ്ങനെ പ്രവാസത്തിൽ കഴിയുക. അപ്പം അങ്ങനെ ആ സമയത്താണ് വളരെ ഗൗരവമായ രീതിയിൽ യോവാബ് സർവ്വസൈന്യാധിപൻ ഇടപെടുകയും എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്ന അനുവാദം പ്രാപിക്കുകയും ചെയ്തുകൊണ്ട് യോവാബ് വഴി അബ്സലോം തിരിച്ചു വരുന്നതാണ് അടുത്ത ഘട്ടം കാണുക. നമുക്കതിൻ്റെ രണ്ടുപേരും തമ്മിൽ മാനസികമായിട്ടാകുന്നു. ഹൃദയത്തിൽ വലിയ ഭയങ്കര വേദനയപ്പനുണ്ട്. മകന് കുറ്റബോധമുണ്ട്. അടുത്തു വരാൻ പറ്റുന്നില്ല. എങ്കിലും ഈ അബ്സലോം എന്ന് പറയുന്ന രാജകുമാരൻ്റെ ഉള്ളിൽ അമ്നോനെ വധിക്കുക മാത്രമൊന്നുമല്ല മനസ്സിലുണ്ടായിരുന്നു. അമ്നോൻ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് രാജസിംഹാസനത്തിലേക്ക് അവകാശിയായിട്ട് തരിക. അപ്പോൾ അങ്ങനെ തരുമ്പോൾ അപ്പൻ കഴിഞ്ഞാൽ പിന്നെ താൻ രാജാവാണെന്നറിയാം. പക്ഷേ അപ്പൻ നല്ല ആരോഗ്യമാണ്. ഇപ്പത്തിൻ്റെ മനസ്സ് ചെറുപ്പമാണ്. അവിടെ അപ്പൻ മരിക്കുന്നവരെ കാത്തിരിക്കാനൊന്നും അദ്ദേഹത്തിന് മനസ്സില്ല. അവിടെ എങ്ങനെയെങ്കിലും അപ്പനെ തട്ടി അപ്പനെ കൊന്നിട്ട് രാജസിംഹാസനം പിടിച്ചെടുക്കണം എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തയുമായിട്ട് ആളുടെ നടപ്പ്. അപ്പോൾ അങ്ങനെ അതേ സമയത്ത് അപ്പനോ ഈ ദുഷ്ടത പ്രവർത്തിച്ച മകൻ ചെയ്ത പ്രവൃത്തിയൊക്കെ മറന്നിട്ട് അവനെ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുത്രവാത്സല്യം. തെറ്റുകളെ മൂടി വയ്ക്കുന്ന പുത്രവാത്സല്യം പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നതാണ്. മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയൽവക്കംകാരോ ബന്ധപ്പെട്ടവരോ ചൂണ്ടിക്കാണിച്ചാൽ അവരോട് തട്ടിക്കയറുന്ന രീതിയാണ് ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ കാണുക. അയൽവക്കംകാർ മാത്രമൊന്നുമല്ല, വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകനോ അല്ലെങ്കിൽ ഇടവയിലെ കൊച്ചന്മാരോ കൊച്ചൻ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെയാണ് നടക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന് നേരെ അച്ഛനോട് തട്ടിക്കയായിരുന്നു അമ്മമാരെ കണ്ടിട്ടുണ്ട്. എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഭയങ്കരമായ പുത്രവാത്സല്യമാണ്. അടിയൻ മക്കളില്ലല്ലോ ഇന്ന്. അന്ന് വേണേൽ കൂടുതൽ മക്കളുണ്ട്, ഇന്ന് ഇല്ലാത്തപ്പം കൂടുതൽ വാത്സല്യമാണ്. അതേ സമയത്ത് വേണ്ടപ്പെട്ടവർ പറയുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ടവർ പറയുമ്പോൾ അശ്രദ്ധാവനം കേട്ടുകൊണ്ട് തെറ്റ് തിരുത്താൻ, ചെയ്ത തെറ്റിന് ശിക്ഷണം കൊടുക്കാൻ തയ്യാറാകാൻ മാതാപിതാക്കളെങ്കിൽ മക്കൾ നേർവഴിക്ക് പോകും. അതിന് തയ്യാറാകുന്നില്ല. ഇവിടെയും ദാവീദ് തയ്യാറാകുന്നില്ല. പുത്രവാത്സല്യമാണ് മനസ്സിൽ കിടക്കുന്നത്. എന്നാലും ഇവൻ ഭയങ്കര യോഗ്യനായ ഒരു മനുഷ്യനാണ്. അബ്സലോം എന്ന് പറഞ്ഞ ആൾ എല്ലാത്തിനും കണ്ടാ യോഗ്യനാണ്, സുമുഖനാണ്. അതായത് മുടി തന്നെ വളരെ നീളമുള്ളതാണ്, സൗന്ദര്യമുള്ളവനാണ്, കാര്യങ്ങൾക്ക് നിർവഹിക്കാൻ കഴിവുള്ള നല്ല സംഘാടകനാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ സംഘടിപ്പിച്ചു, സൈന്യത്തെ അപ്പനെതിരെ സംഘടിപ്പിച്ചു. ആരും അറിയാം. അതിനേക്കാളൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു ഉത്തരവാദിത്വം വെക്കുന്ന ഒരാളുടെ പ്രത്യേകമായിട്ട് സ്വഭാവം നിർണായകമായ സമയത്ത് തീരുമാനം എടുക്കാൻ കഴിയുക വേണം. നമുക്ക് സഭ സമൂഹത്തിലാണെങ്കിൽ രാജ്യത്തിൻ്റെ കാര്യത്തിലായാലും അധികാരികൾ തക്ക സമയത്ത് തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ സഹിക്കുന്നത് ജനമാണ്. സഭയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിർണായകമായ സമയത്ത് മുഖം നോട്ടമില്ലാതെ ദൈവത്തിൻ്റെ വചനത്തെ അഭയം പ്രാപിച്ചുകൊണ്ട് തീരുമാനം അതിന് കോൺസിക്വൻസ് നോക്കാതെ ദൈവഹിതമെന്ന നിലയിൽ കണ്ടെത്തി നിർവഹിക്കാൻ കഴിവുള്ള നല്ല എക്സിക്യൂട്ടീവ് പവറുള്ള തീരുമാനമെടുക്കാൻ കഴിവുള്ള നേതാക്കന്മാരുടെ കുറവാണ് ഇന്ന് എല്ലാ സമൂഹത്തിനും അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? എല്ലാ ദൗർബല്യങ്ങളും വച്ചുകൊണ്ട് നടക്കുന്ന അധികാരികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ശരിയായ രീതിയിൽ മുതലെടുപ്പ് നടത്തിയ ആളുകളെ കാണാൻ കഴിയും. അപ്പോൾ സമൂഹത്തിലാകാതെ ഭിന്നതയും അസ്വസ്ഥതയും ഉണ്ടാകുന്നതാണ് ഫലത്തിൽ നാം കാണുക. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാ കാലത്തുമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പഠിക്കാൻ ഒരു പാഠം. ഈ അപ്പൻ്റെ ദൗർബല്യം
മകനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകും. മകനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പനെ തട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കെണിയൊരുക്കിക്കൊണ്ട് വരിക, അതിനുവേണ്ടി സൈന്യത്തെ സംഘടിപ്പിക്കുക, അതിന് ജനപ്രതി ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്നും തിരിച്ചറിയാൻ ദാവീദിന് കഴിയുന്നില്ല. അവിടെ എങ്ങനെയെങ്കിലും ഇവനെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള യോവാബിൻ്റെ താല്പര്യം. സർവ്വസൈന്യാധിപനാണ്. അതുപോലെ തെക്കോവാക്കാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, യോവാബ് എന്ന് പറയുന്ന സർവ്വസൈന്യാധിപൻ, പണ്ട് നാത്താൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്തെന്നപോലെ തന്നെ ഇവിടെയും ഒരു കഥയുമായിട്ട് വരുത്തുന്ന സംഭവം അതിൻ്റെ ഇടയ്ക്ക് നടക്കുക. അവളോട് വന്ന് പരാതിപ്പെട്ട് പറയുക, ദാവീദ് രാജാവേ, എൻ്റെ 2 ആൺമക്കളുണ്ടായിരുന്നു, അവർ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കി, ഒരാൾ മറ്റേയാളെ കൊന്നു. ഇനിയിപ്പം ജീവിച്ചിരിക്കുന്ന ഒരുവനെ കൊന്നതിൻ്റെ ഫലമായിട്ട് അവനോട് പ്രതികാരം ചെയ്യണം, തിരിച്ചവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ആൾക്കാർ തമ്പടിക്കുകയാണ്. എന്നെ രക്ഷിക്കണം, അവനും കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരുണ്ട്, അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭയം പ്രാപിച്ചപ്പം അപ്പന് കരുണ തോന്നിയിട്ട് അവനാരും കൊല്ലില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുകയും അല്പം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാര്യം ഗ്രഹിക്കാൻ ഇപ്പം നേരിട്ട് അവളങ്ങ് പറഞ്ഞു, എങ്കിലേ തിരുമേനി അങ്ങ് ചെയ്യുന്ന എന്താണ്? തൻ്റെ ഒരു സഹോദരനെ കൊന്ന മറ്റൊരു സഹോദരനല്ലേ അബ്സലോം, അവനോട് നീ കരുണ കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ യോവാബാണോ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ച് കാര്യം മനസ്സിലാക്കിയെങ്കിലും അങ്ങനെ അല്പം കൂടി മനസ്സലിഞ്ഞുകൊണ്ട് ഈ തെക്കോവാക്കാരി സ്ത്രീ ഇടപെടേണ്ടി വന്നു ഇദ്ദേഹത്തിന് കരുണ കാണിക്കാൻ, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് ഇതിനകത്ത് നടക്കുക. നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് കാണുന്ന കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കാണുന്ന എല്ലാ പോരായ്മകളുടെയും അതേ തലത്തിലുള്ള രീതികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങേറ്റം ശ്രമിച്ചു, അങ്ങനെ തിരിച്ചു വരിക. പക്ഷേ രാജാവ് സ്വീകരിക്കുന്നില്ല. ഉള്ളിൽ സ്നേഹം, അതേസമയത്ത് എനിക്കവനെ കാണണ്ട എന്ന് പറയും. ഭയങ്കരമായ താല്പര്യം കാണാൻ എന്നുകൊണ്ട് സ്വീകരിക്കാതിരിക്കുകയും അവനെ സദസ്സിൽ പ്രവേശിപ്പിക്കാതെ രാജകൊട്ടാരത്തിൽ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് കുറച്ച് കാലത്തേക്ക്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്വീകരിച്ചു എന്നാൽ സ്വീകരിച്ചില്ല, മിണ്ടിയില്ല. ഇതാണ് ഹൃദയത്തിൻ്റെ വല്ലാത്തൊരവസ്ഥ എന്ന് പറയും. ഇത് അനുരഞ്ജനപ്പെടണമെങ്കിൽ എന്താ വേണ്ടിയത്? രണ്ടിടത്തു നിന്നും ഒരു നിഷ്കളങ്കമായ സമീപനം ഉണ്ടായെങ്കിലേ നടക്കുകയുള്ളൂ. വക്രതയുള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നവന് സ്വന്തമായിട്ടും സ്വതന്ത്രമായിട്ടും ആരോടും രമ്യപ്പെടാൻ പറ്റില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ഇരിപ്പ് സത്യത്തിനും നീതിക്കും നിരക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് നാൾ കടന്നു. അങ്ങനെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ യോവാബിനോട് അരിശം വന്നു. ആർക്ക്? അബ്സലോമിനും. എന്തായിരുന്നു? യോവാബിൻ്റെ വയലിന് മുഴുവൻ തീ വെച്ചു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ചോദിച്ചപ്പോൾ കാരണം ഇത് തന്നെയാണ്, അപ്പൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് വീണ്ടും യോവാബ് ഇടയ്ക്ക് നിന്നുകൊണ്ട് താല്പര്യപൂർവ്വം പെരുമാറുകയും അങ്ങനെ രാജസിംഹാസനത്തിലേക്ക് വരുത്തുന്നതിനായിട്ട്, അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വരുത്തുന്നതിനായിട്ടൊക്കെ അനുവദിക്കുകയും ചെയ്തിട്ടും ഉള്ളിൽ കിടക്കുന്നത് എങ്ങനെയെങ്കിലും അപ്പനെ ഈ സ്ഥാനത്തുനിന്ന് മാറ്റണം, മരണം വരെ കാത്തിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള ചിന്തയാണ്. അപ്പൻ്റെ അധികാരം വേണം, അപ്പനെ വേണ്ട. അങ്ങനെയുണ്ടോ ഇന്നത്തെ കാലത്ത്? അപ്പൻ്റെ സ്വത്തും സമ്പാദ്യങ്ങളൊക്കെ വേണം, അപ്പനെ വേണ്ട. ഇതെല്ലാം കളികളായപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരുവൻ അതിനകത്ത് വിരുദ്ധനാണെങ്കിൽ അപ്പൻ്റെ സ്വത്ത് മുഴുവൻ സമ്പാദിച്ചെടുക്കാൻ വേണ്ടി അപ്പനെ ഹോസ്പിറ്റലിൽ നിന്ന് അബോധാവസ്ഥയിൽ തന്നെ കൊണ്ടുപോയി രജിസ്ട്രാർ പക്കൽ ചെന്ന് കൈവിരലിൻ്റെ മുദ്രയൊക്കെ പതിപ്പിച്ച് സമ്പത്ത് മുഴുവൻ ഉടമസ്ഥാവകാശം തട്ടിയെടുക്കുന്ന രീതികളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തട്ടിയെടുക്കുന്ന സ്വത്ത് കൊണ്ടൊന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അത് വേറെ. എന്നാൽ മനുഷ്യനങ്ങനെ ചെയ്യാറുണ്ട്. സ്വത്താണല്ലോ ദൈവം. അങ്ങനെ സ്വത്തെല്ലാം തട്ടിയെടുത്ത് കഴിഞ്ഞിട്ട് ഇവൻ്റെ സമാധാനം എവിടെ പോയി നിൽക്കും? അപ്പോൾ അങ്ങ് സ്വത്ത് കണ്ടെത്തി തട്ടിയെടുത്തവരാരും തന്നെ സമാധാനത്തിൽ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സംഗതി. ഇപ്പം ഇവിടെ സംഗതി ഇതാണ്, രാജാവിൻ്റെ അധികാരമൊക്കെ വേണം, പക്ഷേ രാജാവിന് വേണ്ട. അതുകൊണ്ട് അത് എന്താ ചെയ്യുന്നത്? ജനപ്രീതി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതായത് അപ്പനെതിരെ തനിക്ക് ജനപ്രീതി ഉണ്ടാക്കുക, അപ്പനേക്കാൾ മിടുക്കനാണ് താനെന്ന് വരുത്തി വയ്ക്കാൻ വേണ്ടി ജനപ്രീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാണുക. ഇതെല്ലാ തലങ്ങളിലും ഇന്നും പ്രകടമായ സംഗതിയാണ്. തലപ്പത്തിരിക്കുന്ന ആളിനെ നേരിട്ട് ദ്രോഹിക്കാൻ അതിന് ഭയമുള്ളത് കൊണ്ട് അണ്ടർഗ്രൗണ്ടിലൂടെ അദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽപ്പുണ്ട്. അതൊന്നും നന്മയ്ക്കൊന്നും ഭവിക്കത്തില്ല. ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ തിരിച്ചടിക്കുന്നതിന് സംശയം വേണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു?
അപ്പനറിയാതെ തന്നെ കലാപം അഴിച്ചുവിടാനുള്ള പണിയാണ് നോക്കുന്നത്. കലാപം അഴിച്ചുവിടാൻ വേണ്ടി ആളുകളെ ജനപ്രീതി ആർജിച്ച് കഴിയുമ്പം അവരിൽ നിന്ന് പരാതികളേതായാലും ഉണ്ടാകുമല്ലോ. ആ പരാതികളെല്ലാം കേൾക്കുമ്പം എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സർവ്വസൈന്യാധിപനും ന്യായാധിപനും അപ്പൻ തന്നെയല്ലേ, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ഇന്ന് ചെയ്തു തരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പനെ മോശമാക്കുകയും മകനെ രാജസിംഹാസനത്തിലേക്ക് വഴി തെളിക്കുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടർന്നത്. അങ്ങനെ വന്ന് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് ജനപ്രീതി നേടാനായിട്ട് ശ്രമിച്ചു. രണ്ടാ കലാപത്തിനായിട്ട് അങ്ങേയറ്റം അങ്ങനെ ഒരുങ്ങി സൈന്യത്തെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ രാജാവിന് ഒളിച്ചോടേണ്ടി വരുന്ന സാഹചര്യത്തിൽ രഥവും കുതിരയും ഒക്കെ അകമ്പടി ആർജിച്ചാണ് അബ്സലോം അങ്ങോട്ട് കടന്നു വരിക. അപ്പോൾ രഥമൊക്കെ അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നതല്ല, സാധാരണ കഴുതപ്പുറത്താണ്. ഇത് രഥത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഷോ നടത്തുന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അപ്പം ജനപ്രീതി കിട്ടി. ആ കിട്ടിയത് അംഗീകരിക്കത്തക്ക രീതിയിൽ ജനമധ്യത്തിലൂടെ രഥത്തിൽ അകമ്പടി സേവിച്ച് യാത്രയിൽ കടന്നു വരുന്ന ജനം ആര് കണ്ടാലും പറയും ഇവൻ തന്നെ രാജാവും. ഇന്ന് ആൾക്കാരിങ്ങനെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ റോഡ് ഷോ നടത്താറുണ്ടല്ലോ. മുഴുവൻ വോട്ടും തങ്ങൾക്കാണെന്നുള്ള മട്ടിലാണ് ഈ റോഡ് ഷോയിൽ ജനം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി കാണാൻ വേണ്ടി വഴി പോയി കാത്തിരിക്കും. ഈ മണ്ടന്മാർ വിചാരിക്കുന്ന അവരെല്ലാം തനിക്ക് വോട്ട് ചെയ്യുന്ന ഇതെങ്ങനെയുണ്ടെന്ന് കാണാമെന്ന് നിൽക്കുന്ന വോട്ട് ഈ പ്രീതിയോ പ്രചരണമോ അനുസരിച്ചൊന്നും അല്ല ആളുകൾ ചെയ്യുക. പ്രത്യേകിച്ചും കേരളത്തിൽ അവർ വിദ്യാഭ്യാസം സമ്പന്നരാ. അവരവരുടെ ഉള്ളിലത് കരുതിയിട്ടുണ്ട് ആർക്ക് വേണം വോട്ട്. ഇപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം പ്രചരണം തുടങ്ങാൻ പോകല്ലേ, കാൻഡിഡേറ്റ്സ് നിശ്ചയിച്ചിട്ട് പ്രചരണം തുടങ്ങാൻ പോവുക. പ്രചരണത്തിന് കൊഴുപ്പുകൊണ്ടൊന്നും അല്ല നിങ്ങൾ ജയിക്കാനോ തോക്കാനോ പോകുന്നു. നിങ്ങളെന്താണോ അതനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യും. ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ നീതിപൂർവ്വം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലമായി വോട്ട് ചെയ്യും. അതേസമയം ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കും. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തുള്ളവർക്കാണെങ്കിലും ശരി, അവർ വിശ്വാസത ആർജിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കിട്ടും. വിശ്വാസത്തെ ആർജിച്ചെടുക്കാതെ ഷോ കാണിച്ച് നടക്കുന്നതെങ്കിൽ ആളുകൾ തിരിച്ചറിയും. അതുകൊണ്ട് വിദ്യാസമ്പന്നമായ ജനസമൂഹത്തിന് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്ര എളുപ്പമൊന്നുമല്ല. അന്ന് ഇങ്ങനെയാണെങ്കിൽ ഇന്ന് ഇങ്ങനെയാണെങ്കിൽ അന്ന് എന്തായിരുന്നിരിക്കണം? അപ്പോൾ അബ്സലോം രാജകുമാരൻ രാജാവിനെതിരായി കലാപം സൃഷ്ടിക്കുക എന്നെ ചെയ്ത അപ്പനെ എന്നിട്ട് ഇടിച്ച് താഴ്ത്തുകയാണ്. 2-3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്ന് ജനപ്രീതിക്ക് വേണ്ടി പോസിറ്റീവായിട്ട് ശ്രമിക്കുന്നു, രണ്ടാമത് അപ്പൻ്റെ ആ ഭരണത്തെ ഇടിച്ച് താഴ്ത്താൻ ശ്രമിക്കുന്നു, മൂന്നാമത് അസംതൃപ്തരായ ജനങ്ങളെ കൊണ്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്ലേ, നമ്മുടെ ചുറ്റുപാടും കലാപങ്ങൾ വരുന്നത് അങ്ങനെയല്ലേ? വല്ല കാര്യമുണ്ടോ? നിസ്സാര കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് മുട്ടൻ കലാപം പണ്ട് കാലങ്ങളിൽ കണ്ടിട്ടില്ലേ? സെക്രട്ടേറിയറ്റ് മുഴുവൻ വളഞ്ഞ് ദിനരാത്രങ്ങളോട് അവിടെ തമ്പടിച്ച് കിടന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മറ്റേതൊക്കെ ഇറങ്ങിപ്പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം സൃഷ്ടിച്ചത് സമരപാരമ്പര്യമുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞതുപോലെ അതൊരു പ്രത്യേകമായ സിദ്ധിയാണെന്ന് വേണമെങ്കിൽ പറയാം ചില ആൾക്കാരുടെ. എന്തായാലും ശരി, രാജാവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അഴിമതിയുണ്ട് എന്നും അതിനകത്ത് മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ സമയമില്ല എന്നും അതുപോലെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നുവെന്ന് ആൾക്കാർ നീതി കിട്ടാൻ വേണ്ടി കിട്ടാത്തപ്പോൾ നിരാശരായി കാണുന്നു. ഇതൊക്കെ പർവ്വതീകരിച്ച് കഴിയുമ്പം എന്നാൽ പിന്നെ ഇവനെ തന്നെ രാജാവാക്കി കളയാമെന്ന് ഞാൻ ചിന്തിക്കുന്ന രീതിയിലേക്ക് വരുത്താനാണ് മകൻ്റെ ശ്രമം. അപ്പോൾ ദീനാനുകമ്പ ഭംഗിയായ രീതിയിൽ ആവിഷ്കരിക്കുന്നു, വിനയത്തോടെ പെരുമാറാൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാരെന്നും ചെയ്യുന്നതല്ലേ. വോട്ട് മേടിക്കാൻ വരുമ്പോൾ എന്തൊരു വിനയമാണ്, എന്തൊരു വിനയവും സ്നേഹവുമാണ്, എന്തെല്ലാം തലത്തിലേക്ക് താഴ്ന്നിറങ്ങി വരും. ഏത് തീരെ പാവപ്പെട്ട അടുത്ത് വന്ന് കുനിഞ്ഞു നിന്ന് കയ്യെ പിടിച്ച് വേണമെങ്കിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച്. വാസ്തവത്തിൽ ഇതൊക്കെ ജനം മനസ്സിലാക്കിയുള്ളൂ എത്ര കാലമായി പണി തുടങ്ങിയിട്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ആ വെറും അഭിനയമാണെന്ന് കണ്ടു കഴിയുമ്പോൾ ആളുകൾക്കുള്ളിൽ അറപ്പും വെറുപ്പുമായി തോന്നുകയുള്ളൂ എന്ന കാര്യം ഇങ്ങനെ ചെയ്യുന്ന ആളും ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, ചെയ്യുന്ന അനുസരിച്ചും ജീവിച്ചാൽ മതി. 2 ധ്രുവങ്ങളിലാകുമ്പോഴാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇയാളിനെ മഷിയിട്ടാൻ കാണില്ല. അതിനു മുമ്പ് ഇങ്ങനെ ഭയങ്കരമായ വിനയത്തോടെ നടന്നെടുക്കും. ഈ 2 തരത്തിലുള്ള ദ്വന്ദ്ഭാവം അതാണ് അപകടം വന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് 4 വർഷക്കാലം ഈ അബ്സലോം തൻ്റെ അപ്പനെതിരായ പ്രചരണം നടത്തി. 1, 2 ഒന്നുമല്ല, 4 വർഷക്കാലം പ്രചരണത്തിനകത്ത് ഉപയോഗിച്ചു. ആലോചിച്ച് നോക്കിയാൽ എന്ന് ഇത് സംഭവിക്കാൻ നോക്കിയാൽ എത്ര കാലം മുമ്പാണ്. ദാവീദിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1010 BC 1010 ശേഷം വരുന്ന 1025 ഇടയ്ക്കാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങൾ മുമ്പാണ് അന്ന് ഇതൊക്കെ നടന്നുവെങ്കിൽ ഇന്നിപ്പോൾ നടക്കുന്നത് അതിനൊരു വകഭേദം തന്നെയാണ്. അപ്പോൾ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അവസാനം അപ്പൻ്റെ അടുത്ത് എന്ന് പറയാം, ഞാൻ ഹെബ്രോണിലേക്ക് ഒന്ന് പോവുകയാണ് കേട്ടോ, കാരണം അവിടെ എനിക്ക് നേർച്ച നടത്താനുണ്ട്. എന്നിട്ട് പോലും അപ്പന് മനസ്സിലായില്ല. ഇത്രയും കാര്യങ്ങൾ ഈ മനുഷ്യൻ രഹസ്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നിട്ട് തിരിച്ചറിയാം
എന്തുമാത്രം സംവിധാനങ്ങളുണ്ട്. വാർത്തകൾ ലഭിക്കാനും വിവരങ്ങൾ അറിയാനും ഒക്കെ സർക്കാരിന് സംവിധാനങ്ങൾ. നമുക്കിവിടെ വിജിലൻസ് ഒക്കെ ഉള്ളതുപോലെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് രഹസ്യാന്വേഷണ സംവിധാനം ഉള്ളതുപോലെ തന്നെ അന്നുകൊണ്ട് കൊട്ടാരങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ മകൻ്റെ ഇൻറ്റൻഷൻ തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോയി. ഹെബ്രോണിലേക്ക് പോകുന്ന എന്തിനാ? അദ്ദേഹം പോകുന്ന വാസ്തവത്തിൽ അവിടെ ചെന്ന് രാജാവായിട്ട് സ്വയം പ്രഖ്യാപിച്ചിട്ട് സംഘടിപ്പിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞേച്ച് പോയത് എന്താ? എനിക്ക് നേർച്ച നടത്താനുണ്ടെന്ന്. അപ്പനത് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്നാ പറഞ്ഞ്, നീ പൊക്കോ, സമാധാനത്തിൽ പൊക്കോളാം. പാവം പറഞ്ഞ് സമാധാനത്തിൽ പൊക്കോളാം. സമാധാനമല്ല, അവൻ യുദ്ധമാണ് ആഗ്രഹിക്കും. അവനുമായിട്ട് യുദ്ധമാണ്. അപ്പം അതുകൊണ്ട് ഈ പോക്ക് പലപ്പോഴും നമ്മുടെ ജീവിത ഗതിയിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഗതിയിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചു അഹിത്തോപ്പൽ എന്ന് പറയുന്ന രാജാവിന് ഉപദേഷ്ടാവിനെ മകൻ സ്വന്തമാക്കി. അഹിത്തോപ്പൽ എന്ന് പറയുന്ന രാജാവിന് ഉപദേഷ്ടാവ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇത് അങ്ങനെയാണല്ലോ ചെയ്യുന്ന സാധാരണ. ശക്തി കിട്ടാൻ വേണ്ടി എതിർപക്ഷത്തു നിന്നുള്ള ആളുകളെ കൂടെ കൂട്ടുന്നു. അങ്ങനെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ മറ്റ് പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുക്കാൻ നോക്കുന്ന ആൾക്കാരെ, അതിൽ ശക്തനായവനെ അടർത്തിയെടുത്ത് കൂടെ കിട്ടിയാൽ വിജയം സുനിശ്ചിതമാണ്. അപ്പോൾ എല്ലാ കാലത്തുള്ള സംഗതി തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കും. അഹിത്തോപ്പൽ എന്ന് പറയുന്ന ആളിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അയാളുടെ ഉപദേശമാണ് പ്രധാനപ്പെട്ടതായിട്ട് ദാവീദും കരുതിയിരുന്നത്. ദാവീദിന് ഉപദേഷ്ടാവാണ്. അപ്പോൾ അവനെ അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾക്ക് എളുപ്പമുണ്ടെന്ന് അബ്സലോം മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബത്ശേബയുടെ പിതാമഹൻ കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഉള്ളിൽ ചിലപ്പം അകൽച്ച അർപ്പം കാണും. ചിലപ്പം തൻ്റെ കൊച്ചുമകളെ ഉപദ്രവിച്ച ആളാണ് ദാവീദ് രാജാവ്. അതുകൊണ്ട് പക്ഷേ അകൽച്ചയും കാണാനായിട്ട് സാധ്യതയുണ്ട്. എന്തായാലും ശരി, ദാവീദ് പെട്ടെന്ന് ഇതെല്ലാം അവസാനം കണ്ടെത്തി. ഇവിടെ നിന്നാൽ കുഴപ്പമാണ്. വരുന്നുണ്ട് സൈനിക ശക്തിയോടുകൂടി പുത്രൻ അബ്സലോം നേരെ ഹെബ്രോണിലുണ്ട്. ഹെബ്രോൺ നമുക്കറിയാമല്ലോ, വളരെ പ്രധാനപ്പെട്ട നഗരമാണ്. അവിടെ വെച്ചാണ് ദാവീദ് അഭിഷിക്തനായത്. ഇവിടെ തന്നെ പുത്രൻ ആ സമയത്ത് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തപ്പം പുത്രൻ സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ചു, ഞാൻ രാജാവാണ്. ആ പഠനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. ഹെബ്രോണിൽ അവിടെയാണ് ഈ പൂർവ്വപിതാക്കന്മാരുടെ മതസംസ്കാരമൊക്കെ നടത്തിയിരിക്കുന്നത്. അവിടെയാണ് പണ്ട് അബ്രഹാം ഇങ്ങനെ കത്തിരുന്ന ഓക്ക് വൃക്ഷത്തിൻ്റെ കീഴിൽ ഇതെന്നൊക്കെ പറയുന്ന പ്രദേശത്ത് തന്നെയാണ്. ഇന്ന് നമുക്ക് എന്നാ കാണാൻ പറ്റും ഹെബ്രോൺ. അപ്പോൾ അവിടെ നിന്ന് സൈന്യനിരയിൽ ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ അപകടമെന്ന് മനസ്സിലാക്കി അദ്ദേഹം അനുചരന്മാരുടെ ഒളിച്ചോടുന്നതാൻ കാണുന്നത്. അങ്ങനെ പാപത്തിൻ്റെ ശിക്ഷയായിട്ടാണ് അപ്പൻ അതെടുക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നന്മ. ഈ വരുന്നതെല്ലാം തൻ്റെ പാപത്തിൻ്റെ ശിക്ഷയുടെ ഫലം തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും വിലപിക്കുകയോ കരയുകയോ ചെയ്യാൻ കരയുന്നുണ്ട്. പക്ഷേ ആവലാതിപ്പെടുകയോ പരാജയപ്പെടുകയോ അല്ല, ഞാൻ താൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ ദൈവം. അതുകൊണ്ട് കരഞ്ഞ് നഗ്നപാതനായി തലയും മൂടിപ്പോകുന്ന ആ ദാവീദിൻ്റെ ചിത്രം ഒന്ന് മനസ്സിൽ ഓർക്കുകയും നമുക്ക് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അനുകമ്പ തോന്നില്ലേ? ഒരുപാട് അനുകമ്പം. ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പോവുക, ഒരു പരാതിയില്ലാതെ. വേറെ ഘട്ടങ്ങൾ കടന്നു, 6-7 ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം അദ്ദേഹം എന്ത് ചെയ്ത്, അവിടെ അവസാന നിമിഷം ഉപനാരികളെ 10 പേരെ തൻ്റെ കൊട്ടാരത്തിന് ചുമതലങ്ങി ഏൽപ്പിക്കുക. എന്നിട്ട് പോകാം, എന്നെങ്കിലും തിരിച്ചു വരുന്നത് ചിന്ത കൊണ്ടാണ്. പക്ഷേ ഈ ഉപനാരികളെയാണ് പിന്നീട് നാം കാണുന്നത് പുത്രൻ വന്ന് പരസ്യമായിട്ട് അപമാനിക്കും. അതാ ശിക്ഷയിൽപ്പെട്ട ഒന്നായിരുന്നു. നീ ഇത് രഹസ്യത്തിൽ ചെയ്തുവെങ്കിൽ സൂര്യൻ കത്തി ജ്വലിക്കുമ്പോൾ പട്ടാപ്പകൽ നിൻ്റെ ഭാര്യമാരെ അന്യൻ അപമാനിക്കും. അന്യനല്ല, ഈ സ്വന്തം പുത്രനാണ്. അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ നമ്മളെ വലിയ പന്തം ഉണ്ടാക്കിയിട്ട് വലിയ കൂടാരം ഉണ്ടാക്കിയിട്ട് കൂടാരത്തിൽ ഈ 10 ഉപനാരികളെയും അവിടെ കിടത്തിക്കൊണ്ട് ഈ മനുഷ്യനെ അപമാനിച്ചു എന്നാണ് പിന്നെ നാം പറയും. എത്ര കഠിനമായ ശിക്ഷയാണെന്ന് ആലോചിച്ച് നോക്കുകയും. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ പറച്ചിൽ അവസാനിക്കുന്ന നിമിഷം പിന്നെ സ്ഥലം വിടുകയാണ്. കൂടെ പോകുന്ന ആരാ? ക്രേത്യര്, പെലേത്യര്, ഉത്തായ തുടങ്ങിയ ആൾക്കാർ ഉച്ചത്ത് നിലവിളിച്ചു കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങ് പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കെദ്രോൻ തോടിൻ്റെ സമീപം ചെന്നു. നമുക്കറിയാം യെരൂശലേം മലമുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒലിവ് മലയാണ്. ഒലിവ് മലയുടെ നടുക്ക് രണ്ടിൻ്റെയും ഇടയ്ക്കാണ് കെദ്രോൻ തോട് എന്ന് പറയുന്നത്. ഇതേ ഇവിടം കിടന്ന് അപ്പുറത്തോട്ടങ്ങ് പോകുന്ന കൊട്ടാരത്തിന് വിട്ടു പോവുകയാണ്. അപ്പം കെദ്രോൻ തോടിൻ്റെ സമയത്ത് അവിടെ പോയി കുറച്ച് നേരം നിന്നു. ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം എന്നാ ചെയ്യുന്നത്, അവിടെ വെച്ചുകൊണ്ട് ഈ സാധോക്ക് തുടങ്ങിയ പ്രധാന പുരോഹിതന്മാർ പേടകം ചെന്നുകൊണ്ട് കൂടെ പോന്നിരുന്നു. രാജാവിന് നിങ്ങൾ തിരിച്ചു പോക്കോ, പേടകം തിരിച്ചു വിടാൻ. കാരണം എന്നാണെന്നറിയാമോ? അതിനുള്ളിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്, തിരിച്ചു വരുമെന്ന്.
അതുകൊണ്ട് കർത്താവിൻ്റെ പേര് അവിടെ തന്നെ ഇരിക്കട്ടെ, എൻ്റെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചു വിടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ മലയുടെ പകുതി ഭാഗത്ത് ചെന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. പക്ഷേ ആ കരച്ചിൽ നടന്ന സ്ഥാനത്താണ് ലൂക്കാ സുവിശേഷം 19 അധ്യായത്തിൽ 41 വാക്കിൽ നാം കാണുന്നത് ഈശോ കരഞ്ഞു എന്ന് പറയുന്ന പ്രദേശമാണ്. ഇതുകൊണ്ട് നോക്കിയേ, നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈശോ ജെറുസലേം ദേവാലയത്തിൽ നോക്കിക്കൊണ്ട് ജെറുസലേമേ ജെറുസലേമേ, പിടക്കോഴി എൻ്റെ കുഞ്ഞുങ്ങളെ ചിറകും കീഴിൽ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ചോലെ, നിന്നെ കൊണ്ടു നടക്കാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ നീ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കരഞ്ഞു എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ദാവീദ് കരഞ്ഞു എന്നുള്ളതാണ് വളരെ വളരെ വിഷമകരമായൊരവസ്ഥ. അവിടെ ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഹൂഷായി, അർഖ്യനായ ഹൂഷായി എന്ന് പറയുന്ന ആൾ കൂട്ടത്തിൽ കൂടുന്നു. അതിനിടയിൽ തന്ത്രശാലിയാണ് ദാവീദ്. അതിൽ ചില വിശ്വസ്ത ആൾക്കാർ തിരിച്ചങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഉപദേഷ്ടാക്കളെ ചിലർ പുത്രൻ്റെ കൂടെ അങ്ങ് കൂടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് രഹസ്യം ചോർത്തിയെടുത്ത് ഇങ്ങോട്ട് തിരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഹിത്തോപ്പൽ എന്ന് പറയുന്ന ആളുടെ ഉപദേശത്തെ തള്ളിക്കളഞ്ഞാൽ വേറൊരുത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ പറ്റിയ ആളിനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നു. അതൊക്കെ ഇപ്പം ഇവിടെ ഈ ഹുഷായി എന്ന് പറയുന്ന ആളെ അങ്ങനെ പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം അപ്പോഴാണ് സീബ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു സാബൂൾ രാജാവിൻ്റെ വംശത്തിൽപ്പെട്ടയാണ്. അദ്ദേഹത്തിന് പരാതിയായിട്ട് വന്നപ്പം അദ്ദേഹത്തിൻ്റെ പിതൃസ്വത്ത് മുഴുവൻ നമുക്ക് തിരിച്ചു കൊടുത്തത്. രാജാവ് വളരെ ഹൃദയവിശാലനായിട്ട് തിരിച്ചു കൊടുക്കുക അവിടെ കാണുന്നു. അത് കഴിഞ്ഞ് നാം കാണുന്നത് ഇദ്ദേഹത്തെ വേറെ ഘട്ടത്തിൽ ഞാൻ, അതായത് ബഹുറീം എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് ഒന്ന് എത്തുകയാണ്. അവിടെ വെച്ച് ഷിമേയി എന്ന് പറയുന്ന ഒരുവൻ, അത് സാവൂളിൻ്റെ വംശത്തിൽപ്പെട്ടയാളാണ്. അവന് ഭയങ്കരമായ വൈരാഗ്യം തോന്നി ഈ ദാവീദ് രാജാവ്. ദാവീദ് രാജാവിനെ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ശപിക്കുകയും ഭയങ്കരമായി മനസ്സിനെ വെറുപ്പിക്കുകയും ചെയ്തപ്പോൾ മറ്റാൾക്കാർക്കൂടെ പറഞ്ഞു, ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്കാന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഇത് ദൈവം എനിക്ക് തരുന്ന ശിക്ഷയാണ്, ഞാൻ സ്വീകരിച്ചോളാം. പക്ഷേ പിന്നീട് ശിക്ഷ കൊടുക്കുന്നുണ്ട് അവന്, എങ്കിലും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, അവൻ പറഞ്ഞോട്ടെ എന്ന് പറയുക. അപ്പം ഷിമയി ശപിച്ചു. ആ വിധത്തിൽ അങ്ങനെ വല്ലാത്തൊരു സാഹചര്യം ആലോചിച്ച് നോക്കി. ഒരു രാജാവിൻ്റെ ഗതി വന്നെത്തി നിൽക്കുന്നത്, രാജസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും. ആരെ പേടിച്ച? സ്വന്തം പുത്രനെ പേടിച്ചു. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും മക്കളെ പേടിച്ച് കഴിയുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടി വരികയാണ്. മക്കളെ ഭയപ്പെട്ട് കഴിയുക. അപ്പോൾ ഈ ദൈവകൽപ്പന പ്രകാരം മാതാപിതാക്കളെ ആദരവും ആ ബഹുമാനവും ഒക്കെ എവിടെ പോയി? നമ്മൾ ഇന്നത്തെ തലമുറയാണ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അപ്പൻ ദുർബലനായി, ശേഷിയില്ലാത്തവനായി, സമ്പത്ത് വരുമാനമില്ലാത്തവനായി. അതേസമയത്ത് ഈ മകൻ നിൽക്കുന്നവന് അപ്പൻ ഉണ്ടാക്കിയ സമ്പത്തിന്മേലാണെന്നുള്ള കാര്യം മറന്നു പോകുന്നു. അപ്പത്തിൻ്റെ കഠിനാധ്വാന ബലമാണ് ആ കുടുംബം പുലർത്തിപ്പോകുന്നത്. പക്ഷെ അവസാനം വന്നപ്പോൾ അപ്പനൊരു ഭാരമായിട്ട് തിരിയുക. എങ്ങനെയൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി. സംസാരത്തിന് പോലും സ്വാതന്ത്ര്യമില്ല, സ്വതന്ത്രമായിട്ട് വർത്തമാനം പറയാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പേടിച്ച് ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കഴിയുന്ന കുടുംബങ്ങളുണ്ട്. നിങ്ങൾ കുടുംബങ്ങളോട് പറയാനുള്ളത് ഇതാണ്: ശാപം വലിച്ചു വയ്ക്കും. ദൈവം എന്താ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന? മാതാപിതാക്കളെ നല്ല കാലത്ത് ഭൂമിയിൽ ഇരുപ്പാൻ വേണ്ടി അപ്പനെയും അമ്മയും അവരെ അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മാതാപിതാക്കളെ കാണേണ്ടത്. അങ്ങനെ മൂല്യബോധമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിയാൽ അത് വലിയ അപകടം പിടിച്ചൊരിടപാടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മൂല്യബോധം നഷ്ടപ്പെടുത്തി കളയരുത്. വെച്ച് കൊച്ചുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ, പലപ്പോൾ അത് ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ വീട്ടിലവിടെ വല്യപ്പനും വല്യമ്മയും ഉണ്ടെങ്കിൽ അവരെ ഈ കൊച്ചുമക്കളുടെ മാതാപിതാക്കളെ എങ്ങനെ ആദരിക്കുന്നത് നോക്കിക്കണ്ടാണ് അവർ നിങ്ങളെ ആദരിക്കാൻ പോകുന്നത്. ആ അപ്പനെ അമ്മയും മരിക്കുന്നവരെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന നല്ല മക്കളുടെ കുടുംബങ്ങളാണ് നമ്മുടേത്. നല്ല മരുമക്കളുടെ കുടുംബങ്ങളാണ് നമ്മുടേത്. അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത്, സ്വന്തം അമ്മായിയമ്മയും പോലും അമ്മായിയമ്മയെന്ന് കരുതാതെ സ്വന്തം അമ്മയെപ്പോലെ കരുതിക്കൊണ്ട് ആ ഒരു മാതാപിതാക്കൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്ന രീതിയിൽ രാത്രിയും പോലും ഉറക്കളെ ശുശ്രൂഷിക്കുന്ന നല്ല മരുമക്കളുടെ കുടുംബങ്ങളുടെ ഉടമയാണ് സഭയെന്ന് പറയും. അങ്ങനെയുണ്ട്. പക്ഷേ അതിന് വല്ല വകഭേദം വന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കി, സ്വന്തമായിട്ട് സുഖം നോക്കി, അവനവൻ്റെ കാര്യം മാത്രം അന്വേഷിച്ച് അപ്പനും അമ്മേനെ കിട്ടാനൊക്കെ മേടിച്ചെടുത്തിട്ട് പുറം തള്ളിയിട്ട് അവരുടെ ശബ്ദം പോലും കേൾക്കുന്ന അരോചകത്വമായിട്ട് കരുതുന്ന മക്കളുണ്ടെങ്കിൽ, വിരളമാണെങ്കിൽ പോലും കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിലും അത് ശാപമാണ്. അത് ശരിയാവില്ല. അത് തന്നെ കേൾക്കുന്നവരെ ഇങ്ങനെയുള്ള വല്ലവരും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം, അനുദപിക്കണം, അനുരഞ്ജനപ്പെടണം. അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ പോയി മുട്ടയെ നിന്ന് ക്ഷമയാചിക്കണം, മാപ്പിരക്കണം. എന്നാൽ നിങ്ങൾക്ക് ദൈവകൃപ തിരിച്ചു കിട്ടും.
നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവാചനത്തിൻ്റെ സ്നേഹവും വിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.